ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപികയായി ഈ മെയ് 31 റിട്ടയർമെൻറ്റ് കഴിഞ്ഞതാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ ഈയിടെ പോയപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിരുന്നു. ടീച്ചറുടെ മുഖത്ത് എന്തോ ഒരു ഭയങ്കര ഒരു പ്രകാശവും ഹാപ്പിനെസ്സും കാണുന്നു. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞിരുന്നു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഡാൻസെങ്കിൽ ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് എന്നോട് എൻ്റെ ഒന്നിച്ചുള്ള ടീച്ചേഴ്സ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിനെനിക്ക് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ശരിക്കും റിട്ടയർമെൻറ്റ് ലൈഫാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഒരു അത്ഭുതം തോന്നിയത്. കാരണം ഞാൻ പൊതുവേ ഒരു വേദന രോഗമെല്ലൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ആ ഒരു എനർജിയും സ്പിരിറ്റും അവർക്കുള്ള ഒരുപാട് പ്രചോദനം ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ കാരണം ഭഗവാൻ തന്നെയാണ്. ഞാനൊരു എപ്പോഴും ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഏതൊരു കാര്യം ചെയ്യുന്നത്. ഈ ഗുരുവായൂർ ഞാൻ ഇത് എൻ്റെ കൂടെ വന്ന ഇവർക്കെല്ലാം ഭഗവാന്റെ കഥകൾ പറയുകയും ഭഗവാനെക്കുറിച്ച് പറയുകയും എപ്പോഴും ഭഗവാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം വരില്ല. നമുക്ക് നന്നായിട്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല അഭിപ്രായം പറയും. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇനിയും ഇതേപോലെ അവസരം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങളെല്ലാവരും, ഈ കാണുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനം കൂടിയാവണം. ഭഗവാന്റെ സന്നിധിയിൽ വന്നിട്ട് നൃത്തം ചെയ്യൽ എളുപ്പമുള്ള കാര്യമല്ല. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്.